ഹായ് ഹലോ. അപ്പോൾ ലോങ് വീഡിയോ എന്താണ് എടുക്കാത്തത് എന്നോട് പറയാറുണ്ട് എൻ്റെ കൂട്ടുകാർ. ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ ചെയ്യുമോ, ഓരോരോ വീഡിയോകൾ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ക്യാമറ പോയി കേട്ടോ. അപ്പോൾ ബാക്ക് ക്യാമറ തന്നെ എടുക്കണം. അപ്പോൾ രാവിലത്തെ നമ്മൾ ജോലിക്ക് പോരുന്ന സമയത്തുള്ള വീട്ടിലെ കാര്യങ്ങളും തിരക്കും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ എന്നത്തെ വീഡിയോ എന്നറിയോ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന് തറവാട്ട് വന്ന് കയറിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അമ്പലത്തിൽ പോയി, പിന്നെ മുറിഞ്ഞമാട് പോയി, അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് തോട്ടുമുക്കത്ത് തറവാട്ടിൽ വന്നു. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നതാണ് കേട്ടോ. വീട്ടിലത്തെ കുറച്ച് പാത്രങ്ങളും പിന്നെ അമ്മേൻ്റെ താലിമാല എൻ്റെ കഴുത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കാനും കൂടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം അച്ഛൻ എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അമ്മ അന്ന് വെച്ച ചോറ് ലേശം വെന്ത് പോയപ്പോൾ അമ്മ അത് കഞ്ഞിയാക്കിയതാണ് കേട്ടോ. ചോറ് ഉദ്ദേശിച്ചാണ് വെച്ചത്, പക്ഷേ കഞ്ഞിയാക്കി. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് പറ്റിയ അമ്പിളിയെന്നും പറഞ്ഞ് ഇടുവായിക്കൂലേ എന്നൊക്കെ പറയുന്നുണ്ടേ. പക്ഷേ കഞ്ഞി അടിപൊളിയാട്ടോ. സുഖമുണ്ടല്ലോ ഇറക്കാൻ. അച്ഛന് പല്ലില്ലെങ്കിൽ അച്ഛന് കല്ല് പോലെ വേണം. നല്ല ഇറക്കാൻ സുഖമുണ്ട്. എനിക്കിഷ്ടമാണ് കഞ്ഞി കുടിക്കാൻ. പേരിണ്ടാക്കിയില്ല ഞമ്മ വൈദ്യുതിയെ പറിച്ചത് ഇത് ധാരാളാ. അമ്മ അത്രയും പൊന്നെ പോലെ നോക്കി പൊരിഞ്ഞ് മെഞ്ഞാന്ന് പൊരിഞ്ഞ് ഇങ്ങനെ പൊരിഞ്ഞെന്നൊക്കെ അറിയില്ല. മൊരടോടെ പോയി എന്റെ കഷ്ടം വിചാരിച്ചാലേ ഞാൻ ചാച്ചി വെച്ചതാണ്. ഇന്നലെ വൈകുന്നേരം മഴ കാറ്റടിച്ചിട്ടേക്കും. സങ്കടം എന്തോരെ നാളിപ്പോ ഒരു ആർക്കപ്പം ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ വഴുതനങ്ങന്മാരെ മുരടോടെ പോയതിൻ്റെ വിഷമമാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു കേട്ടത്. കണ്ടില്ല, എൻ്റെ ഫ്രണ്ട് ക്യാമറ ഓണാക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. അല്ലേ തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ കണ്ട് നിങ്ങൾ മടുത്ത് കാണാം. അതിൻ്റെ ഇടയിൽ തീരെ അങ്ങ് മങ്ങിപ്പോയി കേട്ടോ ഫ്രണ്ട് ഭാഗം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ കഞ്ഞി വെന്ത് പോയതും അമ്മേൻ്റെ വഴുതനങ്ങ മരം വീണ് പോയതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനൊക്കെ റെഡിയായി സുന്ദരകുട്ടപ്പനായി നിൽക്കുന്നത് എന്താണെന്നറിയോ, അച്ഛന് കാലിൻ്റെ വേദനയ്ക്ക് ഒരു വ്യത്യാസമില്ല കേട്ടോ. കാൽമുട്ടിൻ്റെ എല്ല് തേയ്മാനമുണ്ട്. കൂടാതെ കാലിൻ്റെ ഈ മുട്ടിൻ്റെ അടിഭാഗത്ത് താഴെ ഭാഗത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇതിന് ഇനി മരുന്ന് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഓരോ ദിവസവും ഓരോ സ്ഥലത്തും മരുന്ന് വാങ്ങുന്നു, കാണിക്കുന്നു, മരുന്ന് കുടിക്കുന്നു. ഇപ്പോൾ പിന്നെ പണിക്ക് പോക്കെല്ലാം നിർത്തി, പണിക്ക് തീരെ പോവാതെയായി. ചെറിയ തൊഴിലുറപ്പിലും പോവാതെയായി. എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ സ്വന്തം കാര്യത്തിന് എത്രയായാലും കാരണന്മാർക്ക് മക്കളോട് വാങ്ങാനൊരു ബുദ്ധിമുട്ടാണല്ലോ. മക്കൾക്കാണെങ്കിൽ കൊടുക്കാനുള്ളതാണെങ്കിൽ പിന്നെ വേണ്ടിയില്ല. നമ്മളെ അവസ്ഥ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. നമ്മളൊരവസ്ഥ നല്ല സമാധാനമുള്ളൊരവസ്ഥയായിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരാശ്വാസം ഉണ്ടാവും. അതും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒക്കെ അച്ഛനങ്ങ് പോയി മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് അമ്മ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കി കവറിലാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ. പുതിയ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നതുകൊണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ എന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ലോങ് വീഡിയോ. ഷോർട്ടിന് പിന്നെ ഇത്തിരി സമയം കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വാങ്ങി വെച്ചതൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് കവറിലാക്കി തരുന്നുണ്ട്. അതുപോലെ അവിടെ ലേശം കടല ബാക്കിയുണ്ടായിരുന്നു, അതെല്ലാം കുപ്പിയിലുള്ളത് അതുപോലെ തന്നെ ബാക്കി എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അമ്മമാരങ്ങനെയാണല്ലോ. അമ്മമാരോടായിരിക്കും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വഴക്ക് കൂടുക, പക്ഷേ അവരോട് തന്നെയായിരിക്കും സ്നേഹവും കൂടുതലുണ്ടാവുക കേട്ടോ. എപ്പോഴും അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് ഒരു പ്രായം വരെ അച്ഛൻ അതിപ്പോൾ അല്ലെങ്കിലും അച്ഛൻ തന്നെയായിരിക്കും കേട്ടോ. അച്ഛൻ തന്നെയായിരിക്കും മുൻതൂക്കം പെൺകുട്ടികൾക്ക്. അമ്മമാർ ഇന്നിപ്പോൾ പറയുന്നത് ഞാനും നാളെ ഇതിനൊക്കെ തന്നെയായിരിക്കും അവസ്ഥ കേട്ടോ. അമ്മമാരോട് നമ്മൾ ഇത്രയും വഴക്ക് കൂടുകയും ചെയ്യും, പക്ഷേ അവരേ ഉണ്ടാവുകയുള്ളൂ ഒരാവശ്യത്തിന്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മളെ ഉള്ളൊന്ന് പെടയുമ്പം സാരമില്ല എന്ന് പറയാനും താങ്ങാനും തണലായിട്ടൊക്കെ അവർ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതിപ്പോൾ അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവരോടല്ലേ അവർക്കല്ലേ നമ്മളോടും വഴക്കിടാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അമ്മ തന്ന കവറും പാക്കറ്റൊക്കെ കൊണ്ട് നേരെ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനും മോനൂസൊക്കെ കുറച്ച് ദിവസം 2 ദിവസം തറവാട്ടിൽ നിൽക്കാൻ വേണ്ടി അപ്പോൾ അന്നത്തെ ആഴ്ചയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാവരും പോയതുകൊണ്ട് അവരുടെ ഡ്രസ്സുകളെല്ലാം ഞാൻ വേർതിരിച്ച് വെക്കുമായിരുന്നേ.
വേർതിരിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ 3 ആൾക്കും ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് 3 കൊട്ട പോലെ വാങ്ങിയതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഡ്രസ്സ് എടുത്ത് വെക്കാനൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊട്ട വാങ്ങിയതായിരുന്നേ. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, ഇവരിത് 3 ആളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലും അവർ 3 ആൾ അത് വീണ്ടും ഇടുമ്പോൾ ഒന്നിച്ചായി വരും കേട്ടോ. അപ്പോൾ ഇവർ 3 ആൾ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഞാൻ 3 ആളതും വേർതിരിച്ച് വെച്ചു. പിന്നെ പുസ്തകങ്ങളെല്ലാം സ്കൂൾ പൂട്ടിയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഓരോന്നും വേണ്ടതും വേണ്ടാത്തതുമായിട്ട് മാറ്റി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ വാതിലിൻ്റെ കാര്യത്തിനൊക്കെ പോയത്, ടോമി ചേട്ടൻ്റെ വീട്ടിൽ പോയതൊക്കെ ഈ വീഡിയോ പിടിച്ച ദിവസം തന്നെയാണ്. പക്ഷേ ഓരോ എന്താ പറയുക, വീഡിയോ ഒരുപാട് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കുറച്ച് പിടിച്ചു. പിന്നെ കടയിലെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതിലും കുറച്ച് പിടിച്ചു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ആ വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ തുണികളെല്ലാം വേറെയാക്കി, പുസ്തകങ്ങൾ വേറെയാക്കി. പിന്നെ വായിക്കാൻ ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വായനയൊക്കെ പറ്റ കുറവാണ് കേട്ടോ. പിന്നെ ഈ തട്ടി അടിച്ചു വാരലൊന്നും എന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് താഴത്തെ വീട്ടിലേക്ക് ഈ ഞായറാഴ്ചയും പോകാൻ പറ്റിയില്ല കേട്ടോ. പോയില്ല ഞായറാഴ്ച. പോയിട്ട് അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള പണികൾ ഇനിയിപ്പോൾ ബാത്റൂമിൻ്റെ പണി കഴിയാതെ വേറെ ഒന്നും ചെയ്യാൻ അവിടെ ഒക്കത്തില്ല. അപ്പം ബാത്റൂമിൻ്റെ പണിക്കുള്ളൊരു സമയം, പണിക്കൊരാൾ ആരെങ്കിലും ആവുന്നോടം വരെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പിന്നെ ഞാൻ മറാലേക്ക് തട്ടി മൊത്തം. ആ സമയത്ത് നല്ല കേട്ടോ, പുറത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. പിന്നെ കുടുവാണെങ്കിൽ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. വീട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുടു നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛയും ചേട്ടായും കുടും കൂടിയാണ് വന്നത്. ഞാൻ രാവിലെ പോരുകയും ചെയ്തല്ലോ. വീട്ടിലും കയറി തറവാട്ടിലും കയറി നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം എല്ലാ തുണികളും അന്ന് ഒതുക്കിയ ദിവസമാണ്. എല്ലാ റൂമിലത്തെ തുണികളും എല്ലാം ഒതുക്കി അടുക്കി പെറുക്കി ഒരു സമാധാനമുള്ള ദിവസമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ എനിക്ക് പണിയെടുക്കാൻ പറ്റിയ ദിവസം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഭക്ഷണം, അവരെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പണികൾ അവിടെ മുടങ്ങും കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിയില്ല. ചേട്ടായും കൂടുമല്ലേ ഉള്ളൂ. കൂടു നല്ല ഉറക്കമായിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്നും വിചാരിച്ച് ഞാനൊന്നും ഭക്ഷണത്തിൻ്റെ ഏർപ്പാടേ ചെയ്യാതെ വേഗം ക്ലീനിങ്ങിന് നിന്നാണ് കേട്ടോ. മൊത്തം ഓടിട്ട വീടാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഉത്തരത്തിലൊക്കെ ചെതൽ കുറേശ്ശെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇടയ്ക്ക് തട്ടുമ്പം അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലപോലെ തട്ടിയൊക്കെ നന്നാക്കി കേട്ടോ. എന്ത് തോന്നി നേരം ലേശം ഉലുവയും ഇഞ്ചിയും ഒരു കുഞ്ഞ് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു നല്ല ചൂടുള്ള ഒരു ചായ അല്ലാത്ത ഒരു വെള്ളം തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സംഭവം. ചായ അധികം ഉണ്ടാക്കാറില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് വീണ് കിട്ടുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അതൊരു ഗ്ലാസ് കുടിച്ചു. പിന്നെ ചേട്ടായി പറഞ്ഞു താഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്തെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ജനലിൻ്റെയൊക്കെ പെയിൻറ്റ് കുറച്ചുകൂടിയൊക്കെ അടിച്ച് തീർക്കാനുണ്ടെന്നേ. അപ്പോഴത്തേക്കും വലിയ മഴയും പെയ്തില്ലേ. അപ്പം എന്നോട് ഇനി നിന്നെ നോക്കി നിന്നിട്ട് കാര്യം, നിൻ്റെ പണി ഒരിക്കലും തീരില്ല, അതുകൊണ്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞ് ചേട്ടാ ഷർട്ടിട്ടിട്ട് പോവാൻ നോക്കി കേട്ടോ. അപ്പം വന്നാൽ പിന്നെ അതുതന്നെയാകും നല്ലത്. ഞാനിപ്പോൾ ഇതിവിടെ പാതി വഴിയിലിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതവിടെ മുഴുവനാകാതെ കിടക്കും. എന്തായാലും വേണ്ടില്ല, ഇന്നിത് തീർത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പണി തീർക്കാൻ തന്നെ തീരുമാനിച്ചിട നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ എന്ത് ചെയ്തു, പോവാൻ റെഡിയായി. അവർ താഴത്തെ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ വേഗം തുണികളെല്ലാം റെഡിയാക്കി വെച്ചു. അതിന് ശേഷം കുട്ടികളുടെ തുണികൾ എന്ന് പറഞ്ഞാൽ എത്ര കഴുകി വെച്ചാലും ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ തന്നെ അത്യാവശ്യമൊക്കെ നോക്കി പെറുക്കി പോലും ചിലപ്പോൾ അവരിട്ടിട്ട് ശ്രദ്ധിക്കാതെ കൂട്ടത്തിൽ കൊണ്ടുപോയിടും. പിന്നെ അതൊക്കെ നമ്മൾ തന്നെ വേണമല്ലോ വേർതിരിച്ച് വെക്കാം. പിന്നെ ഞാൻ ആദ്യകൂട്ടൻ അപ്പോഴത്തേക്കും കുടു ഉറങ്ങി എഴുന്നേറ്റു കേട്ടോ. കുടു ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ചേട്ടായി അന്നൊരു വണ്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, പുതിയൊരു കാറ് ആദ്യമായിട്ട് കിട്ടിയതിൻ്റെ. ആദ്യമായിട്ടല്ല, കുടുവിന് കുറച്ചൊക്കെ വണ്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യകൂട്ടനാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ 3 ആളിൽ ആദ്യകൂട്ടനാണ് ഏറ്റവും കുറവ് കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുള്ള ആൾ കേട്ടോ. അവനെ എനിക്ക് തോന്നുന്നു ഒരു 2-3 കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുടുവിന് പലിശ സഹിതം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ കുഞ്ഞിക്കാറും വണ്ടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ കാറ് കിട്ടിയത് താഴത്തമ്മേൻ്റെ വീട്ടിൽ കാണിക്കാൻ കൊണ്ടുപോയതാട്ടോ. കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തു,
ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി. അവിടെ ഒരു നുറുക്ക് പോലൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, അതും എടുത്ത് ചായ കുടിക്കാനിരുന്നു കേട്ടോ. പിന്നെ ഇതിനിടയിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഇനി വൈകിട്ടാകുമ്പോഴത്തേക്കും ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ.